നമസ്കാരം. ഭാരതത്തിന്റെ കിഴക്കൻ തീരത്ത് സമുദ്രത്തോടും കാറ്റിനോടും പടപൊരുതി 8 നൂറ്റാണ്ടുകളായി ഇന്നും അചഞ്ചലനായി നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട്. കൊണാർക്ക് സൂര്യക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണു തുറക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പൂർവഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ നിർമ്മിച്ച ഈ ക്ഷേത്രം വെറുമൊരു കരിങ്കൽ കെട്ടിടമല്ല, ഇതൊരു കൂറ്റൻ രഥമാണ്. ആകാശത്തിലൂടെ സൂര്യഭഗവാൻ സഞ്ചരിക്കുന്ന രഥത്തിന്റെ മാതൃകയിൽ കല്ലിൽ കൊത്തിയ 7 കുതിരകളും 24 ഭീമൻ ചക്രങ്ങളുള്ള ലോകത്തിലെ ഒരേ ഒരു സൂര്യരഥം. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രൂപം കേവലം ഒരു നിഴൽ മാത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏകദേശം 220 അടി ഉയരത്തിൽ ആകാശത്തെ മുട്ടി നിന്നിരുന്ന ഇതിന്റെ പ്രധാന ഗോപുരം ഇന്ന് എവിടെ പോയി? ഒരു വലിയ മല പോലെ ഉയർന്നു നിന്നിരുന്ന ആ നിർമ്മിതി എങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത്? ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ഇന്നും ഉത്തരം തിരയുന്ന മറ്റൊരു നിഗൂഢത കൂടി ഇവിടെയുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെപ്പോലും കാന്തിക ശക്തിയാൽ കരയിലേക്ക് വലിച്ചടുപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഭീമൻ കാന്തം ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന് പഴയ നാവികരും പ്രാദേശിക കഥകളും സാക്ഷ്യപ്പെടുത്തുന്നു. കറുത്ത പഗോഡ എന്ന് നാവികർ വിളിച്ചിരുന്ന ഈ വിസ്മയത്തിന് പിന്നിലെ ആ കാന്തിക രഹസ്യം എന്തായിരുന്നു? ശാസ്ത്രവും മിത്തും യുക്തിയും ഒന്നിക്കുന്ന കൊണാർക്കിന്റെ മണൽത്തിട്ടകളിൽ ഇന്നും ഒളിഞ്ഞിരിക്കുന്ന ആ അവിശ്വസനീയമായ രഹസ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. എന്താണ് മഹാസൗധത്തിന് സംഭവിച്ചത്? ഇവിടെയാണ് ചരിത്രവും ഐതിഹ്യവും വേർതിരിക്കാനാവാത്ത വിധം ഇഴചേരുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്ത് അതിന്റെ നെറുകയിൽ 52 ടണ്ണോളം ഭാരമുള്ള ഒരു കൂറ്റൻ കാന്തം സ്ഥാപിച്ചിരുന്നതായി നാട്ടുകാർക്കിടയിൽ ശക്തമായ ഒരു വിശ്വാസമുണ്ട്. ഈ കാന്തം കേവലം ഒരു കല്ലായിരുന്നില്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ ഭിത്തികളിലെ അയൺ പ്ലേറ്റുകളെ പരസ്പരം കോർത്തു പിടിക്കുന്ന ഒരു മാഗ്നറ്റിക് ഇന്റർലോക്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു അതെന്ന് ചിലർ വാദിക്കുന്നു. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന പോർച്ചുഗീസ് നാവികർ ഈ ക്ഷേത്രത്തെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുകളിലെ കാന്തിക ശക്തി കപ്പലുകളിലെ കോമ്പസുകളെ തെറ്റിച്ചിരുന്നതായും ലോഹഭാഗങ്ങളുള്ള കപ്പലുകളെ ആ കാന്തം കരയിലേക്ക് വലിച്ചടുപ്പിച്ച് തകർത്തിരുന്നതായും നാവികരുടെ കഥകളിൽ പരാമർശമുണ്ട്. ഈ കാന്തിക ശല്യം സഹിക്കവയ്യാതെ വിദേശ നാവികർ ക്ഷേത്രത്തിന്റെ മുകളിലെ ആ ഭീമൻ കാന്തം നീക്കം ചെയ്തുവെന്നാണ് ജനശ്രുതി. എന്നാൽ ആ കാന്തമായിരുന്നു ക്ഷേത്രത്തിന്റെ ബാലൻസ് നിലനിർത്തിയിരുന്നതെന്നും അത് മാറ്റിയതോടെ ഗോപുരത്തിന്റെ ഘടന തകരുകയും അത് നിലംപൊത്തുകയും ചെയ്തുവെന്നും ജനങ്ങളുടെ കഥകൾ നമ്മളോട് പറയുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആക്രമണകാരികളുടെ അധിനിവേശവും കാലപ്പഴക്കം കൊണ്ടും അടിത്തറയ്ക്കുണ്ടായ ബലക്ഷയവുമാകാം ഗോപുരം തകരാൻ കാരണം. എങ്കിലും ആ ഗോപുരത്തിന്റെ മുകളിലുണ്ടായിരുന്ന ലോഹകുംഭം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. 1903 ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി തകരാതിരിക്കാൻ ബ്രിട്ടീഷുകാർ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം മണൽ നിറച്ച് എന്നേക്കുമായി സീൽ ചെയ്തു. അതിനർത്ഥം ആ മണൽ കൂമ്പാരത്തിന്റെ താഴെ നമ്മൾ ഇന്നും കാണാത്ത എണ്ണമറ്റ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ഭീമൻ കാന്തം എവിടെ പോയി? കടലിന്റെ ആഴങ്ങളിലാണോ അതോ മറ്റാരെങ്കിലും കടത്തിക്കൊണ്ടുപോയോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തിരയുമ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ ചക്രങ്ങളിലെ മറ്റൊരു വിസ്മയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. കൊണാർക്ക് ക്ഷേത്രത്തിന്റെ അടിത്തട്ടിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ 24 ചക്രങ്ങളിലേക്ക് ഒന്ന് നോക്കാം. കാണാൻ മനോഹരമായ വെറും കരിങ്കൽ ശില്പങ്ങളാണെന്ന് ഇവയെ കരുതരുത്. ഇതൊരു കൂറ്റൻ ശാസ്ത്ര പരീക്ഷണശാലയുടെ ഭാഗമാണ്. 12 ജോഡി ചക്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇവ വർഷത്തിലെ 12 മാസങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഓരോ ചക്രത്തിലും 8 പ്രധാന സ്പോക്കുകളും 8 ചെറിയ സ്പോക്കുകളുമുണ്ട്. ഈ 8 വലിയ സ്പോക്കുകൾ ഒരു ദിവസത്തെ 8 യാമങ്ങളായി 3 മണിക്കൂർ വീതമുള്ള സമയം തിരിച്ചിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു അത്ഭുതകരമായ സൂര്യഘടികാരമാണ്. ഒരു ചെറിയ കോലോ വിരലോ ഈ ചക്രത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാൽ സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന ആ നിഴൽ ചക്രത്തിന്റെ മുത്തുകൾക്കും കൊത്തുപണികൾക്കും ഇടയിൽ എവിടെയാണെന്ന് നോക്കി കൃത്യം സമയം പറയാം. ആധുനിക വാച്ചുകളില്ലാത്ത ആ കാലത്ത് സെക്കൻഡുകളുടെ പോലും വ്യത്യാസമില്ലാതെ സമയം കണക്കാക്കാൻ ശില്പികൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളുമായി 12 വീതം ചക്രങ്ങളാണുള്ളത്. സൂര്യന്റെ ഉദയത്തിനനുസരിച്ച് രാവിലെ ഒരു വശത്തെ ചക്രങ്ങളും ഉച്ചയ്ക്ക് ശേഷം മറുവശത്തെ ചക്രങ്ങളും സമയം കാണിച്ചു തരുന്നു. സൂര്യപ്രകാശത്തിന്റെ ദിശയ്ക്കനുസരിച്ച് ഇത്രയും കൃത്യമായി ഈ ചക്രങ്ങൾ എങ്ങനെ സ്ഥാപിച്ചു എന്നത് എഞ്ചിനീയർമാരെ ഇന്നും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പകൽ സൂര്യപ്രകാശത്തിൽ സമയം അറിയാം, പക്ഷേ രാത്രിയിൽ സമയം എങ്ങനെ അറിഞ്ഞിരുന്നു? ഇവിടെയാണ് വിശ്വാസങ്ങളും മിത്തുകളും വരുന്നത്. രാത്രിയിൽ ചന്ദ്രപ്രകാശത്തിന്റെ പ്രതിഫലനം നോക്കി സമയം കണക്കാക്കാൻ കഴിയുന്ന പ്രത്യേക സംവിധാനങ്ങൾ ഈ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു.
ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ കുറവാണെങ്കിലും ചക്രങ്ങളിലെ ചില ചെറിയ കൊത്തുപണികൾ നക്ഷത്രങ്ങളുടെയും സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചില ഗവേഷകർ അവകാശപ്പെടുന്നു. ഒരു കല്ലിന് ഇത്രയധികം കാര്യങ്ങൾ നമ്മോട് സംവദിക്കാൻ കഴിയുമെങ്കിൽ ആ ശില്പികളുടെ അറിവ് എത്രമാത്രം ആഴമുള്ളതായിരുന്നു. വെറുമൊരു അലങ്കാരമല്ല, പ്രപഞ്ചത്തിന്റെ താളം കല്ലിൽ കൊത്തിവെച്ച ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ചക്രങ്ങൾ. എന്നാൽ ഈ ചക്രങ്ങൾ ചലിക്കുന്ന രഥത്തിന് വായുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ? നമ്മൾ ഇതുവരെ കണ്ടത് പുറത്തെ അത്ഭുതങ്ങളാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ, അതായത് ഇപ്പോൾ മണൽ നിറച്ച് സീൽ ചെയ്തിരിക്കുന്ന ആ ഗർഭഗൃഹത്തിനുള്ളിൽ പണ്ട് നടന്നതായി പറയപ്പെടുന്ന വിസ്മയം നിങ്ങളെ ഞെട്ടിക്കും. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച 52 ടൺ കാന്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കാന്തം ക്ഷേത്രത്തിന്റെ മുകളിൽ മാത്രമല്ല, ഭിത്തികളുടെ പല ഭാഗങ്ങളിലും തന്ത്രപരമായി സ്ഥാപിച്ചിരുന്നുവെന്ന് പല പുരാതന ചരിത്രകാരന്മാരും നാടോടി കഥകളും അവകാശപ്പെടുന്നു. ഇതിന്റെ കൃത്യമായ കാന്തിക ബലത്താൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരുന്ന സൂര്യഭഗവാന്റെ വിഗ്രഹം യാതൊരു താങ്ങുമില്ലാതെ വായുവിൽ പൊങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഇന്ന് നമ്മൾ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ 800 വർഷങ്ങൾക്ക് മുമ്പ് ശില്പികൾക്ക് അറിയാമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ക്ഷേത്രഭിത്തികളിൽ ഇടയ്ക്കിടെ കാണുന്ന ഇരുമ്പ് പാളികളും കാന്തക്കല്ലുകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വിഗ്രഹത്തിന്റെ ലോഹക്കൂട്ടും ചുറ്റുമുള്ള കാന്തങ്ങളും തമ്മിലുള്ള വികർഷണം മൂലമാണ് ഇത് വായുവിൽ ബാലൻസ് ചെയ്യപ്പെട്ടതെന്ന് ചില മിസ്റ്ററി വ്ളോഗർമാരും ഗവേഷകരും സിദ്ധാന്തിക്കുന്നു. ഈ വിസ്മയം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അന്നെത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആ വിഗ്രഹം എവിടെയാണ്? 16-ാം നൂറ്റാണ്ടിൽ വിദേശ ആക്രമണങ്ങൾക്കിടയിൽ ഈ വിഗ്രഹം കവർച്ച ചെയ്യപ്പെട്ടുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. വിഗ്രഹത്തിന്റെ മുകളിൽ പതിപ്പിച്ചിരുന്ന വിലപിടിപ്പുള്ള വജ്രം സൂര്യപ്രകാശത്തിൽ തിളങ്ങുമ്പോൾ അത് ക്ഷേത്രത്തിനുള്ളിൽ ഒരു വലിയ പ്രകാശവലയം സൃഷ്ടിച്ചിരുന്നുവെന്നും നാട്ടുകാർക്കിടയിൽ കഥകളുണ്ട്. ഗ്രാനൈറ്റ് കല്ലുകൾക്കിടയിൽ ഇത്രയും വലിയൊരു കാന്തിക ബലം നിലനിർത്താൻ കഴിയുമോ എന്ന് ആധുനിക ശാസ്ത്രം സംശയിക്കുന്നുണ്ട്. കാന്തങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ശക്തി കുറയുന്നവയാണ്. എങ്കിലും ആ ശ്രീകോവിൽ ഇന്നും മണൽ നിറച്ച് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഈ സത്യങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആ മണലിനടിയിൽ ആ വിഗ്രഹം ഇന്നും ഇരിക്കുന്നുണ്ടാകുമോ? അതോ കാന്തങ്ങൾ മാറ്റിയപ്പോൾ അത് താഴെ വീണ് തകർന്നു പോയോ? ഈ കാന്തിക രഹസ്യങ്ങൾ പോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കുട്ടിയുടെ ത്യാഗത്തിന്റെ കഥ കൂടി നമുക്ക് അറിയാനുണ്ട്. അതൊരു നാടോടി കഥ മാത്രമല്ല, ഒഡീഷയുടെ ഹൃദയമിടിപ്പാണ്. കൊണാർക്ക് ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിലും ഒരു ശില്പിയുടെ വിയർപ്പും രക്തവുമുണ്ട്. എന്നാൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് ഒരു 12-കാരന്റെ ജീവൻ ബലി നൽകിക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്നും ഒഡീഷയിലെ ജനത വിശ്വസിക്കുന്ന ആ വേദനിപ്പിക്കുന്ന കഥ ഇങ്ങനെയാണ്. നരസിംഹദേവൻ രാജാവിന്റെ കൽപ്പന പ്രകാരം 1200 ശില്പികൾ 12 വർഷം കഠിനാധ്വാനം ചെയ്താണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചത്. വിഷു മഹാറാണയായിരുന്നു പ്രധാന ശില്പി. ക്ഷേത്രത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ അതിന്റെ നെറുകയിലെ അവസാനത്തെ കല്ല് അഥവാ ദധിനൌതി ഉറപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ആ ശില്പികൾക്ക് കഴിഞ്ഞില്ല. കോപിതനായ രാജാവ് ഒരു ഉത്തരവിട്ടു. അടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ ആ 1200 ശില്പികളുടെ തല കൊയ്യും. മരണഭയത്താൽ ശില്പികൾ വിറച്ചു നിൽക്കുമ്പോഴാണ് വിഷു മഹാറാണയെ കാണാൻ അദ്ദേഹത്തിന്റെ മകൻ ധർമ്മപദൻ അവിടെ എത്തുന്നത്. താൻ ജനിച്ച ശേഷം അച്ഛനെ ആദ്യമായി കാണാൻ എത്തിയതായിരുന്നു ആ 12-കാരൻ. ശില്പികളുടെ സങ്കടം കെട്ട ധർമ്മപദൻ ക്ഷേത്രത്തിന് മുകളിൽ കയറി. ആധുനിക എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ആ കല്ല് എങ്ങനെ ഉറപ്പിക്കണമെന്ന് അവൻ കണ്ടെത്തി. തന്റെ പിതാവിനെ സഹായിക്കാൻ അവൻ ആ അവസാനത്തെ കല്ല് കൃത്യമായി അവിടെ ഉറപ്പിച്ചു. പണി പൂർത്തിയായി. എന്നാൽ സന്തോഷത്തിന് പകരം അവിടെ ഭയമാണ് നിറഞ്ഞത്. 12 വർഷം കൊണ്ട് 1200 ശില്പികൾക്ക് കഴിയാത്തത് ഒരു ചെറിയ കുട്ടി ചെയ്തു എന്നറിഞ്ഞാൽ രാജാവ് തങ്ങളെ കൊല്ലുമെന്ന് ശില്പികൾ ഭയന്നു. തന്റെ പിതാവിന്റെയും 1200 കുടുംബങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ ധർമ്മപദൻ ഒരു തീരുമാനമെടുത്തു. അവൻ ആ ക്ഷേത്രത്തിന്റെ നെറുകയിൽ നിന്ന് താഴെയുള്ള ചന്ദ്രഭാഗ നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. നാട്ടുകാർ ഇന്നും വിശ്വസിക്കുന്നത് ധർമ്മപദന്റെ ആ ത്യാഗത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ പൂജകൾ നിലച്ചതെന്നാണ്. ക്ഷേത്രം അശുദ്ധമായെന്നും അതുകൊണ്ടാണ് വിഗ്രഹം പിന്നീട് അവിടെ നിന്ന് മാറ്റിയതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ധർമ്മപദൻ ഒരു കഥയാകാം, പക്ഷേ ഒഡീഷയിലെ ശില്പികൾക്ക് അവൻ ഇന്നും അവരുടെ ദൈവമാണ്. ഒരു മഹാവിസ്മയം പൂർത്തിയാക്കാൻ ഒരു കുരുന്നിന്റെ ജീവൻ നൽകേണ്ടി വന്ന ആ കഥ കൊണാർക്കിനെ കൂടുതൽ നിഗൂഢമാക്കുന്നു. കൊണാർക്ക്, ഈ പേരിന്റെ അർത്ഥം തന്നെ കോണിലെ സൂര്യൻ എന്നാണ്. നൂറ്റാണ്ടുകളായി ഈ തീരത്ത് സൂര്യോദയത്തെ പ്രണയിച്ചു നിൽക്കുന്ന ഈ മഹാവിസ്മയം കേവലം ഒരു ആരാധനാലയമല്ല, അത് നമ്മുടെ പൂർവികരുടെ അപാരമായ വിജ്ഞാനത്തിന്റെ സ്മാരകമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ആ 52 ടൺ കാന്തത്തിന്റെ രഹസ്യവും വായുവിൽ പൊങ്ങി നിന്ന വിഗ്രഹവും 12-കാരനായ ധർമ്മപദന്റെ ത്യാഗവുമെല്ലാം ഇന്നും ചരിത്രത്തിനും ഐതിഹ്യത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലാണ് നിൽക്കുന്നത്.
ശാസ്ത്രീയമായ തെളിവുകൾ തേടി നമ്മൾ അലയുമ്പോഴും ആ ചക്രങ്ങളിലെ നിഴലുകൾ ഇന്നും മിനിറ്റുകൾ പോലും തെറ്റാതെ സമയം കാണിച്ചു തരുന്നു എന്നത് ഒരു വലിയ സത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത കാലത്ത് പ്രകൃതിയുടെ താളത്തെ കല്ലുകളിൽ ആവാഹിച്ച ആ ശില്പികൾ നമുക്ക് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. ഈ ക്ഷേത്രം ഇന്ന് തകർന്നു കിടക്കുകയാവാം. ബ്രിട്ടീഷുകാർ മണൽ നിറച്ച് അടച്ച അതിന്റെ ഉള്ളറകൾ ഇന്നും നിഗൂഢമായി തുടരുന്നുണ്ടാവാം. എന്നാൽ കൊണാർക്കിന്റെ ആത്മാവ് ഇന്നും ആ കരിങ്കൽ ചക്രങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ അത്ഭുതം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ ചക്രങ്ങളിലെ നിഴൽ നോക്കി സമയം കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതോ ആ ഭീമൻ കാന്തത്തിന്റെ കഥകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ചരിത്ര നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഭാരതത്തിന്റെ മണ്ണിലെ മറ്റൊരു വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.